عن علي رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال من اشتاق إلى الجنة سارع إلى الخيرات ومن أشفق من النار لها عن الشهوات ومن راقب الموت ترك اللذات ومن زهد في الدنيا هانت عليه المصائب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അലി റളിയല്ലാഹു തആല അൻഹു അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു എന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സ്വർഗം ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നന്മകൾ അധികമായി ചെയ്യുന്നവനായിരിക്കും. ഒരാൾക്ക് നരകത്തെ പേടിയാണെങ്കിൽ തെറ്റുകളെ തൊട്ട് അവൻ ഒഴിഞ്ഞു നിൽക്കുന്നവനായിരിക്കും. ഒരാൾ മരണത്തെ പ്രതീക്ഷിച്ചാണ് ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ അവൻ സുഖാഡംബരങ്ങളിൽ താല്പര്യമുള്ളവനായിരിക്കുകയില്ല. ഒരാൾ ദുനിയാവിൻ്റെ ആർഭാടങ്ങളെ ഒഴിവാക്കിയാൽ അവന് പ്രയാസങ്ങൾ സഹിക്കൽ എളുപ്പമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ട്. സ്വർഗത്തിൽ ആഗ്രഹമുണ്ടെന്ന് വാദിക്കുകയും നന്മകൾ ചെയ്യാതെ നടക്കുകയും ചെയ്യുന്നതും കള്ളനാണ്. നരകത്തെ പേടിയുണ്ടെന്ന് വാദിക്കുന്നു, പക്ഷെ ഹറാമിൽ നിന്നും ഒഴിവാകാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ അവനും കള്ളനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിൻ്റെ പൊരുൾ അങ്ങനെയാണ്. മരണത്തെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇപ്പം ഈ സമയത്ത് മരിക്കാം, അല്ല അടുത്ത സമയത്ത് മരിക്കാം, അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ പ്രതീക്ഷിച്ച് നടക്കുന്നവൻ ദുനിയാവിലെ സുഖാഡംബരങ്ങളുടെ പിറകെ പോകില്ല. അവനറിയാം അടുത്ത സെക്കൻഡ് അത് അവസാനിക്കും. അതേപോലെ ദുനിയാവിൽ ഒരാൾ ആഗ്രഹമില്ലാത്തവനാണ്, വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രയാസങ്ങൾ സഹിക്കുന്നവന് പ്രയാസമായിരിക്കില്ല. കാരണം എന്താ, ദുനിയാവ് അങ്ങനെയാണെന്ന് അവന് മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ സഹാബാക്കളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. മുൻഗാമികൾ അങ്ങനെയുള്ളവരായിരുന്നു. പറയപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറക്കപ്പെട്ട തൗറാത്തിലോ അതല്ല ഇഞ്ചീലിലോ എങ്ങനെ എഴുതിയതായി കണ്ടു, ഒരാൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ ദുഃഖിതനാണെങ്കിൽ പടച്ചവൻ അവനോട് കോപമായിരിക്കും. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ദുഃഖമാണ്, ആഖിറത്തിൻ്റെ കാര്യത്തിൽ ദുഃഖമില്ല. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഭയങ്കര ദുഃഖിതനാണ്, പരലോകം എന്തുപോയാലും ദുഃഖമില്ല. അങ്ങനത്തെ ഒരാളെ കണ്ടാൽ നീ മനസ്സിലാക്കണം, അള്ളാഹുവിന് അവനോട് കോപമാണ്. അതേപോലെ പടച്ചവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മുസീബത്തുണ്ടായി അതിൻ്റെ പേരിൽ പരാതി പറഞ്ഞു നടക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുസീബത്ത് മാറ്റി കൊടുക്കുന്നതല്ല. അതുപോലെ മൂന്നാമതൊരു കാര്യം എഴുതിയിരിക്കുന്നു, ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഹറാമ് ഹലാല് നോക്കാത്തവൻ, ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഹറാമ് ഹലാല് നോക്കാത്തവൻ ഏത് വാതിലിലൂടെ നരകത്തിൽ പോകുന്നു എന്ന് അല്ലാഹു തആല ശ്രദ്ധിക്കുകയില്ല. ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഹറാമു ഹലാല് നോക്കാതെ വേർതിരിവില്ലാതെ പണം കിട്ടണം, എവിടെ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല, ആ നിലയിൽ ജീവിക്കുന്നവൻ ഏത് വാതിലൂടെ നരകത്തിൽ പോയാലും അല്ലാഹു ഒരു പ്രശ്നമായിരിക്കുകയില്ല. അതേപോലെ ആ കിതാബിൽ എഴുതിയിരിക്കുന്നു, ചിരിച്ചുകൊണ്ട് ആരെങ്കിലും പാപം ചെയ്താൽ അവൻ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ചിരിച്ചുകൊണ്ട് ആരെങ്കിലും പാപം ചെയ്തു, ആ പാപം ചെയ്യുന്നതിന് ഗൗരവം കൊടുക്കാതിരുന്നാൽ, പാപത്തെ തമാശയാക്കി കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്ന്. ഇത്രയും കാര്യങ്ങൾ തൗറാത്തിൽ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ തൗറാത്തിൽ എഴുതപ്പെട്ടതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നന്മയിലേക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നന്മയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവനെ വിശ്വസിക്കണ്ട. നരകത്തെ പേടിയുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഹറാമെല്ലാം പഴയ പോലെ ചെയ്തുകൊണ്ടിരിക്കണം, അവനെയും വിശ്വസിക്കണ്ട. മരണത്തെക്കുറിച്ച് എനിക്ക് നല്ല ചിന്തയുണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ ആർഭാടത്തിൻ്റെ പുറകെയാണ്, അവനെയും വിശ്വസിക്കണ്ട. പിന്നെ ദുനിയാവ് എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുന്നു, പക്ഷേ ചെറിയൊരു വിഷമം വന്നാൽ തന്നെ ആവലാതി കാണിക്കുന്നു, അവനെയും വിശ്വസിക്കണ്ട. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ് എന്ന് മഹാനായ അലി കറമല്ലാഹു വജ്ഹഹു അവർക്ക് പറയുകയുണ്ടായി.
അള്ളാഹു മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു